കള്ളൻ പറഞ്ഞ അന്യഭാഷയുടെ അർത്ഥമെന്ത്? ഹൈന്ദവ വിശ്വാസിയായ ഒരു യൂട്യൂബർ AI-യുടെ സഹായത്തോടെ കള്ളന്റെ അന്യഭാഷയുടെ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു. വ്യാപകമായി കേരള സമൂഹത്തിൽ പ്രചരിച്ച ഒരു വീഡിയോയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട ഒരു കള്ളൻ കൈവിലങ്ങുമായി ഇരിക്കുന്നു. ഒരു പോലീസുകാരൻ അയാളെ കൊണ്ട് നിർബന്ധിച്ച് അയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി വ്യക്തമാക്കിക്കുന്നു. അയാൾ പ്രാർത്ഥിച്ച് അന്യഭാഷ പറയുന്നു. ഈ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് സ്ത്രീകളെ കബളിപ്പിക്കുന്ന, അവരുടെ കയ്യിലുള്ള ആഭരണവും പണവും ഒക്കെ തട്ടിയെടുക്കുന്ന കള്ളനെയാണ് പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊണ്ട് അവൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വ്യക്തമാക്കിക്കുന്ന ഒരു വീഡിയോ. ഇത് വ്യാപകമായി കേരള സമൂഹത്തിൽ പ്രചരിച്ചു. ധാരാളം ആളുകൾ അത് ഷെയർ ചെയ്തു. ഇനി ഭൂമി മലയാളത്തിൽ ആ വീഡിയോ കാണുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പ്രധാനമായും അതിനകത്തെ കാര്യം, പോലീസ് സ്റ്റേഷനിൽ കൈവിലങ്ങുമായി ഇരിക്കുന്ന ഒരാൾ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന, അതിന്റെ ഇടയിൽ വളരെ ഗംഭീരമായ നിലയിൽ പാസ്റ്റർമാരുടെ മോഡുലേഷനോടെ അന്യഭാഷയും പറയുന്നു. പോലീസുകാരൻ പറയിക്കുന്ന ഈ പ്രാർത്ഥന അന്യഭാഷ അയാൾ തന്നെ, ആ പോലീസുകാരൻ തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. അത് കേരള സമൂഹം ഏറ്റെടുത്ത് വ്യാപകമായി ഷെയർ ചെയ്തു. ആ കൂട്ടത്തിൽ കേരളത്തിലെ പല ലീഡിംഗ് ടെലിവിഷൻ ചാനലുകൾ പോലും ആ അന്യഭാഷ അതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു കള്ളന്റെ ആണെങ്കിലും ഇങ്ങനെ ഒരു കുറ്റസമ്മതമോ അയാളുടെ വ്യക്തിപരമായ ഒരു കാര്യമോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുവാൻ പോലീസിന് അവകാശമുണ്ടോ എന്നുള്ളതാണ്. അത് കള്ളന്റെ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്യഭാഷ പറയുകയും അന്യഭാഷ തങ്ങളുടെ ആത്മീയ അനുഭവമായും തങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായും വിശ്വസിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട്. ആ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ പോലീസുകാരൻ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസുകാരനെതിരെ ആഭ്യന്തരമന്ത്രി അടിയന്തരമായി നടപടിയെടുക്കണം. അയാൾ ഇങ്ങനെ അത് വ്യാപകമായി പ്രചരിപ്പിച്ചത് ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുവാൻ വേണ്ടി ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയായി കരുതി അദ്ദേഹത്തിന് ന്യായമായ ശിക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്ക് ധാരാളം യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. ഈ യുവജന പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ പോലീസുകാരനെതിരെ കോടതിയെ സമീപിക്കുകയോ പരാതി കൊടുക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ രംഗത്ത് ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഗുരുതരമായി ഒരു സമൂഹത്തെ അവഹേളിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സിനിമകളിലും നമ്മുടെ ടെലിവിഷനുകളിൽ വരുന്ന കോമഡി പരിപാടികളിലുമൊക്കെ പെന്തക്കോസ്തിനെ അവഹേളിക്കുന്ന രീതിയിൽ ഈ അന്യഭാഷയുടെ വികലമായ അനുകരണങ്ങൾ, കോമഡികൾ ഒക്കെ വരാറുണ്ട്. അതിനെ മറ്റൊരു കണ്ണോടെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അവൻ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ചിരി ഉൽപ്പാദിപ്പിക്കത്തക്ക നിലയിൽ അവതരിപ്പിക്കുന്നത്. അത് അവന്റെ സ്വാതന്ത്ര്യം. എന്നാൽ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരു പോലീസുകാരൻ ഇത് ഇങ്ങനെ എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് ഗുരുതരമായ ഒരു തെറ്റായി മാറുന്നു. നമ്മൾ അതിനെ ആ നിലയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് സംഭവിച്ചു. കേരളം അത് വ്യാപകമായി കണ്ടു, ആളുകൾ ചിരിച്ചു. അതിന്റെ പുറകിലൊക്കെ വരുന്ന കമന്റുകൾ വായിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാകും. കേരള സമൂഹത്തിൽ വളരെ ആവേശത്തോടുകൂടെ ആളുകൾ ഏറ്റെടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണത്. അന്യഭാഷയുടെ പേരിൽ പെന്തക്കോസ്ത് സമൂഹത്തെ അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. അത് പെന്തക്കോസ്ത് ഇവിടെ ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ മറ്റെല്ലാ സമുദായങ്ങളും മറ്റെല്ലാ ആളുകളും ഇതിനെ അവഹേളിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്. പെന്തക്കോസ്തുകാരെ ആക്ഷേപിക്കുവാൻ ഇതിന്റെ വികലമായ അനുകരണങ്ങളൊക്കെ പലപ്പോഴും പരസ്യമായും ഗോപ്യമായും ഒക്കെ ആളുകൾ അവതരിപ്പിക്കാറുമുണ്ട്. ആ പരിഹാസങ്ങളെയെല്ലാം സന്തോഷത്തോടെയും അപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹം എന്നുള്ളതും ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്തിന്റെ ഒരു ഐഡന്റിറ്റി തന്നെ ഈ അന്യഭാഷയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റ് പല ക്രൈസ്തവ സമൂഹങ്ങളെയും പെന്തക്കോസ്തിനെയും വേർതിരിക്കുന്ന അടിസ്ഥാനമായി പബ്ലിക്കിന് മനസ്സിലാകുന്ന, പൊതുജനത്തിന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം പെന്തക്കോസ്തുകാർ അന്യഭാഷ പറയുന്നവരാണ് എന്നുള്ളതാണ്. ഇനി ഈ പെന്തക്കോസ്തിന്റെ മാത്രം സ്വന്തമായിരുന്ന അന്യഭാഷയെ
സമീപകാലത്ത് അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് കേരളത്തിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൂടെ കത്തോലിക്ക സഭ അവരുടെ കൂടെ ഭാഗമാക്കി മാറ്റുകയും അവരും അന്യഭാഷ പറയാൻ തുടങ്ങുകയും ചെയ്തതോടെ അന്യഭാഷയോട് പൊതുജനത്തിന്റെ മനോഭാവത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനി എന്താണ് ഈ അന്യഭാഷ, അതിന്റെ ചരിത്രം എന്താണ്, അതിന്റെ വേദപുസ്തകപരമായ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ചിട്ട് ഈ ഷിബു എസ് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായ മോഷ്ടാവ് നടത്തിയ അന്യഭാഷാ ഭാഷണത്തിന്റെ അർത്ഥം എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് അന്യഭാഷാ ഭാഷണം ആദ്യമായി നമ്മൾ കാണുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കാത്തിരിക്കുവാനുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം യെരുശലേമിൽ ഒരു മാളിക മുറിയിൽ കാത്തിരിക്കുകയും അങ്ങനെ കാത്തിരുന്ന 120 പേരുടെ മുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം അവർക്ക് ലഭിച്ചതിന്റെ പ്രത്യക്ഷമായ പല അടയാളങ്ങളിൽ ഒരടയാളമായിരുന്നു അന്യഭാഷാ ഭാഷണം. അന്ന് യെരുശലേമിൽ യഹൂദന്മാരുടെ ഒരു വലിയ പെരുന്നാൾ നടക്കുകയായിരുന്നു. ആ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാരും യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ഒരു ബഹുപുരുഷാരം യെരുശലേം പട്ടണത്തിൽ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആ സമയത്താണ് 120 പേരുടെ മുകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അവരോഹണം ഉണ്ടാകുന്നതും അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും. സ്വാഭാവികമായും 120 പേർ ഒന്നിച്ച് അന്യഭാഷകൾ സംസാരിക്കുന്നത് ഒരു വലിയ കോലാഹലമായി, ശബ്ദമായി, ബഹളമായി പൊതുസമൂഹത്തിന് ഫീൽ ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ബഹുപുരുഷാരത്തിൽ നിന്ന് ധാരാളം ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. ഈ 120 പേരടങ്ങുന്ന സംഘം എന്താണ് പറയുന്നതെന്ന് അവർ സാഗൂതം ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പല ഭാഷക്കാരായ ആളുകൾക്ക് പലർക്കും തങ്ങളുടെ ഭാഷയിൽ, അതായത് ഇവിടെ കൂടിയിരിക്കുന്ന ഗലീലക്കാരോ അല്ലെ യെരുശലേമിലുള്ളവരോ ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ല, അവർക്കറിയാവുന്ന ഹീബ്രുവോ അല്ലെങ്കിൽ അവിടെയുള്ള അരാമയ്ക്കോ ഒന്നുമല്ല. അതുകൂടാതെ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭാഷകളിൽ ഇവരിൽ പലരും സംസാരിക്കുന്നത് അവിടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ശ്രദ്ധിച്ചു. അവർക്കത് മനസ്സിലായി എന്താണ് ഇവർ പറയുന്നതെന്ന്. ഈ പല വംശത്തിൽ നിന്ന്, പല ജാതിയിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന വിവിധ ഭാഷക്കാർ ആളുകൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ആ ഭാഷകൾ ഇതുവരെ അറിയാത്ത ആളുകൾ അത് പറയുന്നത് കേൾക്കുകയും ഈ വന്നവർക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ തന്നെ അവിടെ ഓടിക്കൂടിയവരിൽ നല്ലൊരു വിഭാഗത്തിന് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം അവർക്കറിയാവുന്ന ഒരു ഭാഷയുമല്ല, മറ്റെന്തൊക്കെയോ ഭാഷകളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വന്നുകൂടിയവരിൽ ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കിയത് ഇവർ വീഞ്ഞു കുടിച്ചും മത്തരായിരിക്കുന്ന അല്ലെ മദ്യപിച്ച് ലക്കുകെട്ടവരായി പുലമ്പുന്ന എന്തൊക്കെയോ വാക്കുകൾ എന്ന് മാത്രമാണ് അവിടെ കൂടിയിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലായത്. അതും അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, അന്യഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എല്ലാവർക്കും ആകത്തക്ക നിലയിലല്ല അന്യഭാഷ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സംഭവിക്കുന്നത്. അവിടെ കൂടിയിരുന്നത് പല ദേശക്കാരായിരുന്നത് കൊണ്ട് അവരിൽ ചിലർക്കൊക്കെ അത് മനസ്സിലായി എന്ന് മാത്രം. ഇനി ഇവിടെ സംസാരിച്ച ഭാഷ ഏത് ഭാഷയാണ്? അത് മനുഷ്യരുടെ ഭാഷകൾ തന്നെയാണ് അവരവിടെ കൂടുതൽ പേരും സംസാരിച്ചത്. എന്നാൽ പിന്നീട് ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൂതന്മാരുടെ ഭാഷയിൽ അന്യഭാഷ പറയാമെന്ന് അല്ലെങ്കിൽ പറയുന്നതിനെ കുറിച്ച് പരാമർശമുണ്ട്. ഇനി അത് മാത്രവുമല്ല, വിക്കിയുള്ള അധരങ്ങളാൽ, അതായത് നമ്മൾ വൈകാരിക വിക്ഷുബ്ധതയിൽ പലപ്പോഴും അത് നമ്മളുടെ ദുഃഖത്തിന്റെയോ സന്തോഷത്തിന്റെയോ ഒക്കെ വേളകളിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരർത്ഥവുമില്ലാത്ത വിക്കിയുള്ള അധരങ്ങളാലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അങ്ങനെ പോലും അന്യഭാഷ പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പൊ ഒരു ഞരക്കത്തെ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അല്ലെങ്കിൽ ആ നിറവിന്റെ ഒരു പ്രത്യക്ഷ അടയാളമായി കണക്കാക്കുവാൻ സാധിക്കുന്ന നിലയിൽ വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളിൽ പലർക്കും അന്യഭാഷ മനസ്സിലാകാതിരിക്കുകയും അവർ അതിനെ വികലമായി ചിത്രീകരിക്കുകയും മദ്യപിച്ചതിന്റെ, ലഹരി പിടിച്ചതിന്റെ പ്രശ്നമാണ്, അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദകോലാഹലമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കാലത്തും
കൂടുതൽ ആളുകൾക്കും പെന്തക്കോസ്തുകാർ പറയുന്ന അന്യഭാഷ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരിൽ പലരും പെന്തക്കോസ്തുകാരെ അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ജൽപ്പനങ്ങൾ നടത്തുന്നു, ഇവർ വട്ട് കാണിക്കുന്നു, മാനസിക വിഭ്രാന്തിയിൽ എന്തൊക്കെയോ പുലമ്പുന്നു എന്നൊക്കെ പറയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റു ചിലരുടെ വാദം, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികളല്ലാത്ത ഇതര ക്രൈസ്തവ സമുദായങ്ങളിൽപ്പെട്ട ചിലരുടെ വാദം എന്ന് പറയുന്നത് അന്യഭാഷ നിന്നുപോയി. ആദ്യം വന്നത് ശരിയായിരുന്നു, എന്നാൽ പിന്നീട് അത് നിലച്ചുപോയി, ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഇപ്പോൾ അതില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എന്നാണ് ഇത് നിന്നുപോയതെന്ന് കൃത്യമായെന്ന് പറയുവാൻ ഇങ്ങനെ വാദിക്കുന്നവർക്ക് സാധിക്കാറുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ 2-ാം അധ്യായത്തിൽ ആദ്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായ ഇതേ അനുഭവം പിന്നീടും പല സ്ഥലങ്ങളിൽ വെളിപ്പെട്ടതായി നമ്മൾ കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടാകുകയും അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം ഒന്നിച്ച് അന്യഭാഷ പറയുകയും ചെയ്തത്. അപ്പോൾ ഇതും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വാദത്തിനുള്ള മറുപടി അതിനകത്തുണ്ട്. അതായത് ചിലർ പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി അന്യഭാഷ സംസാരിക്കുവാൻ ദൈവം അനുവദിച്ചതിന്റെ ഒരു കാരണം അവിടെ കൂടിയിരിക്കുന്ന മറ്റു ജാതികളിൽപ്പെട്ട മറ്റു ഭാഷകളിലുള്ളവർക്ക് അത് മനസ്സിലാകേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അന്യഭാഷയുടെ ആവശ്യമില്ല എന്നാണ് ഒരു വാദം. അപ്പൊ ഈ വാദപ്രകാരം നോക്കിയാൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു ഭാഷ സംസാരിക്കുന്നവരാണ്, ആ ഭവനവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരുടെ ഇടയിലും എന്തുണ്ടായി? അന്യഭാഷ ഉണ്ടായി. അപ്പോൾ അതിന്റെ അർത്ഥം അന്യഭാഷ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഭാഷ മാത്രമല്ല, ഇത് അവനവന് തന്നെ ആത്മീയ വർധനവിന് വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ അവനവന് ആത്മീയ വർധനവ് ഉണ്ടാകുവാൻ വേണ്ടിയും അന്യഭാഷയെ ഉപയോഗിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാദം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനിയില്ലെങ്കിൽ സഭയിൽ മിണ്ടാതിരിക്കണമെന്ന്. ശരിയാണ്, പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ സഭയുടെ കോണ്ടസ്റ്റിൽ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ കൃത്യമായി പൗലോസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുകയുള്ളൂ. അഭിഷേകത്തിന്റെ പ്രത്യക്ഷത അടയാളമായി അന്യഭാഷ പറയുകയോ ഒന്നിച്ചിരുന്ന് അന്യഭാഷ പറയുകയോ ചെയ്യുന്നതിനെ പൗലോസ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നതെന്ന് സൂക്ഷ്മമായി അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. തന്നെയുമല്ല, അത് നിർബന്ധപൂർവ്വം ആരും അന്യഭാഷ പറയരുത് എന്ന അർത്ഥത്തിലുമല്ല പൗലോസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടനുബന്ധിച്ച് പറയേണ്ടത്, ഒരു പെന്തക്കോസ്ത് ആരാധനയിൽ ആളുകൾ അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ഒന്നിച്ചു കൂടുമ്പോൾ ആത്മീയ ആരാധനയുടെ ഭാഗമായി അതിന്റെ ഒരു ചെറിയ സമയം മാത്രമേ അവർ അന്യഭാഷ പറയുന്നുള്ളൂ. എല്ലാ ആരാധനകളിലും അന്യഭാഷ പറയണമെന്നുമില്ല. അപ്പോൾ അതൊരു പ്രത്യേക ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ, ഒരു പ്രത്യേക നിയോഗം ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? ഒന്നിച്ചു കൂടുമ്പോൾ ആരാധനയുടെ ഭാഗമായി അന്യഭാഷ പറയുന്നു. അത് ഒരു ആരാധനയുടെ പല ചടങ്ങുകളിൽ അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളിൽ ഒരല്പസമയം മാത്രമുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് മാത്രമുള്ളതോ ആയിരിക്കും ഈ അന്യഭാഷ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ എല്ലാവരും ഒന്നിച്ചു പറയുന്നത് ശരിയാണോ? 2-3 പേർ മാത്രം പറഞ്ഞാൽ പോരെ, ഒരാളത് വ്യാഖ്യാനിച്ചാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ശരിയായിരിക്കാം, പൗലോസ് പറഞ്ഞതുപോലെ നമുക്കതൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അന്യഭാഷ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അന്യഭാഷ 2-3 പേർ പറയട്ടെ, ഒരാൾ വ്യാഖ്യാനിക്കട്ടെ. അപ്പോൾ വ്യാഖ്യാനിക്കാനുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. നിരവധി പെന്തക്കോസ്ത് സഭകളിൽ വ്യാഖ്യാനപരമുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ പൊതുലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ അന്യഭാഷ പറയുമ്പോൾ മറ്റൊരാൾ അത് വ്യാഖ്യാനിക്കുന്ന ഒരു പൊതുരീതി പെന്തക്കോസ്തിൽ മുൻകാലങ്ങളിൽ വ്യാപകമായിരുന്നു. ഇപ്പോൾ അത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ട് വ്യാഖ്യാനം ഇല്ല എന്നോ വ്യാഖ്യാനിക്കുന്നില്ല എന്നോ അർത്ഥമാകേണ്ടതില്ല. എന്നാൽ പൊതു ആരാധനകളുടെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് അന്യഭാഷ പറഞ്ഞ് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് യുക്തിപൂർവ്വം ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളൊരു സ്പോർട്സ് സ്റ്റേഡിയത്തിലേക്ക് പോയാൽ കളികൾ നടക്കുമ്പോൾ അവിടെ കൂടി വരുന്ന വലിയ പുരുഷാരം, ഒരു ജനക്കൂട്ടം ഒന്നിച്ച് ആർത്ത് വിളിക്കാറുണ്ട്. പ്രത്യേക അർത്ഥമൊന്നുമില്ലാത്ത വാക്കുകളായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അത് അവർക്ക്
ഉണ്ടാകുന്ന ആ സ്പോർട്സ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശത്തിന്റെ പ്രതികരണമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. എന്നതുകൊണ്ട് അതിന് അർത്ഥമില്ലെന്നോ അതിനകത്ത് അവരുടെ ഒരു വൈകാരിക പ്രകടനമല്ലെന്നോ അതിനെ പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അത് അവരൊന്നിച്ച് അവരുടെ ആവേശം പ്രകടിപ്പിക്കുന്നു. എന്നതുപോലെ ഒരു ആത്മീയ ആരാധനയിൽ ഒന്നിച്ചു കൂടുന്ന ജനങ്ങൾ അവരുടെ സന്തോഷത്തിന്റെ പ്രകടനമായി ദൈവം അവർക്ക് നൽകിയിട്ടുള്ള അന്യഭാഷ ആരാധനയ്ക്കിടയിൽ, പാട്ടുകൾക്കിടയിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പൊതുരീതിയാണ്, പെന്തക്കോസ്തിന്റെ രീതിയാണ്. അതിനെ വൈകൃതമായിട്ടോ അതിനെ പരിഹാസമായോ കാണേണ്ട കാര്യമില്ല. അത് പെന്തക്കോസ്ത് ആരാധനയുടെ ഭാഗമാണ്. അതിനെ കൂടെ അംഗീകരിക്കുന്നവരും അതിനെ ഉൾക്കൊള്ളുന്നവരുമാണല്ലോ പെന്തക്കോസ്തിന്റെ അംഗങ്ങളായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ നിലയിൽ മാത്രം മനസ്സിലാക്കുക, അതൊരു പരിഹാസ വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല. എന്നാൽ എവിടെയാണ് ഇതൊരു പരിഹാസമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, അനാവശ്യമായി ഈ അന്യഭാഷയ്ക്ക് പെന്തക്കോസ്ത് സമൂഹം ഇന്ന് അമിതമായ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് ലഭിച്ചിരിക്കുന്ന സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച്, ഉച്ചഭാഷണികൾ ഉപയോഗിച്ചൊക്കെ ഈ അന്യഭാഷ പറയുന്നത് പുറം ലോകത്തേക്ക് കേൾപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ, വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചതെന്നും ഓരോ ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ നിലയിൽ ഉചിതമായും ഭംഗിയായും അത് ചെയ്യുവാനുള്ള പ്രായോഗിക ബുദ്ധിയും പരിജ്ഞാനവും നമ്മൾ കാണിക്കണമെന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടെ ഞാനത് പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. ഒരു പെന്തക്കോസ്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുണ്ട്. അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ധാരാളം ആളുകളുണ്ട്. അവർ അന്യഭാഷകളിൽ സംസാരിക്കാറുമുണ്ട്. എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മ നിറവ് അനുഭവിച്ചവരും അത് പറയുന്നവരുമായ ആളുകൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ഈ പറയുന്ന ഭാഷയെല്ലാം യഥാർത്ഥ അന്യഭാഷയാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് ഒരു ശരിയായ കാര്യമായിരിക്കണമെന്നില്ല. മുൻപ് അന്യഭാഷ പറഞ്ഞവർ അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടും ഇന്നും പണ്ട് പറഞ്ഞത് അവരുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നത് വീണ്ടും അവർ ആരാധനകൾക്കിടയിൽ, ബഹളങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവേശത്തിൽ ഉരുവിടുന്നുണ്ടാകാം. അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് കാണാതെ പഠിച്ച് അത് ഇതിനകത്ത് പറയുന്നവരുണ്ടാകാം. ഇതെല്ലാം ഇതിനകത്തുള്ളപ്പോൾ തന്നെ അന്യഭാഷ സത്യസന്ധമായി ഉപയോഗിക്കുന്നവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവനുഭവിച്ചവരുമായ വലിയൊരു സമൂഹമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക. ഇനി പെന്തക്കോസ്ത് സഭകൾ, ശുശ്രൂഷകന്മാർ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് പരിജ്ഞാനത്തോടെയും നമുക്ക് ഉപയോഗിക്കാം, പരിജ്ഞാനം ഇല്ലാതെയും ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ സഭകളിൽ വിവേചന വരത്തിന്റെ കുറവ് വല്ലാതെയുണ്ട്. അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അഭിഷേകത്തിന് വേണ്ടി കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടെ വിവേചന വരത്തിനു വേണ്ടി കൂടെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഈ കാലങ്ങളിൽ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ തിരിച്ചറിയുക. ഇനി ഷിബു എസ് നായർ എന്ന തിരുവനന്തപുരംകാരനായ 42ഓളം മോഷണ കേസുകളിൽ പ്രതിയായ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ ആളുടെ അന്യഭാഷയിലേക്ക് വരാം. ഇയാൾ പറഞ്ഞ അന്യഭാഷ കൃത്യമാണോ? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓർക്കുക, ഈ ഷിബു എസ് നായരെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പലരും ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. അയാൾ പാസ്റ്റർ അല്ല, അയാൾ ഒരു മോഷ്ടാവാണ്, ഒരു പ്രൊഫഷണൽ കള്ളനാണ്. നമുക്ക് അങ്ങനെ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2, അദ്ദേഹത്തിന് മോഷ്ടിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന്, സ്ത്രീകളെ കബളിപ്പിച്ച്, ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സ്ത്രീകളെ കബളിപ്പിച്ച് അവരുടെ കയ്യിലുള്ള വസ്തുവകകൾ, പണം, സ്വർണം ഒക്കെ കൈക്കലാക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു രീതി. അതിനുവേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ഒരു ടൂൾ മാത്രമാണ് അയാൾക്ക് ഈ പ്രാർത്ഥനയും അന്യഭാഷയും. അവിടെ അയാൾ വ്യാജമായി താൻ ഒരു പാസ്റ്റർ ആണെന്നോ വൈദികനാണെന്നോ പ്രാർത്ഥിക്കുന്നവനാണെന്നോ ഒക്കെ പറഞ്ഞ് ഈ സ്ത്രീകളെ വഞ്ചിക്കുന്നു, അല്ലെ അവരെ കീഴടക്കുവാനുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇയാൾ പറയാൻ വേണ്ടി പഠിച്ചു വച്ചിരിക്കുന്ന ഈ അന്യഭാഷ ഏതെങ്കിലും ഒരു ദൈവദാസൻ കൃത്യമായി പറഞ്ഞ, തൻ്റെ ശുശ്രൂഷയ്ക്കിടയിലോ തൻ്റെ പ്രാർത്ഥനയ്ക്കിടയിലോ പറഞ്ഞത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇയാൾ
പഠിച്ച് പറയുന്നതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അയാൾ അത് വളരെ ഭംഗിയായി പഠിച്ചിരിക്കുന്നു. വളരെ കൃത്യമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ശബ്ദവിന്യാസമൊക്കെ കൃത്യമാക്കി അത് പറയുവാനും അവതരിപ്പിക്കുവാനും അയാൾക്ക് സാധിക്കുന്നു. ഈവൻ പോലീസ് സ്റ്റേഷനിൽ കൈവിലങ്ങിട്ടിരിക്കുമ്പോൾ പോലും അയാൾ അത്ര കൃത്യമായി ഭംഗിയായി അത് പറയുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇനി ഇയാൾ പറഞ്ഞ അന്യഭാഷയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനെന്തെങ്കിലും കൃത്യമായ അർത്ഥമുള്ള വാക്കുകളാണോ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്? പ്രമോദ് പെരുമ്പായിക്കോട് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ അന്യഭാഷയെ കൃത്യമായി അനലൈസ് ചെയ്ത് എഐയുടെ സഹായത്തോടുകൂടെ അദ്ദേഹം അതിന്റെ അർത്ഥങ്ങൾ കണ്ടെത്തി കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇതിനകം അത് കണ്ടിട്ടുണ്ട്, നിങ്ങളും ഒരുപക്ഷെ കണ്ടു കാണും. അത് കൃത്യമായി അത് അങ്ങനെ തന്നെയാണോ അതിന്റെ അർത്ഥമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ആ വാക്കുകൾ ഷിബു എസ് നായർ എന്ന് പറയുന്ന മോഷ്ടാവ് പറഞ്ഞ അന്യഭാഷയിലെ വാക്കുകൾ കൃത്യമായി എടുത്ത് അനലൈസ് ചെയ്ത് അതിനൊരു ഏകദേശ അർത്ഥം നൽകി പ്രമോദ് പെരുമ്പായിക്കോട് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇത് കൃത്യമായി അയാൾ പറഞ്ഞ അന്യഭാഷയുടെ വ്യാഖ്യാനമാണെന്നോ അർത്ഥമാണെന്നോ എനിക്കറിയത്തില്ല. മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും ഒരു ഹൈന്ദവ വിശ്വാസിയായ പ്രമോദ് അത് കൃത്യമായി പഠിച്ച് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. അതൊന്ന് കേട്ടു നോക്കുക. അത് കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള അന്യഭാഷ അത് നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തന്നെ പറയുക, വ്യാജമായി ഇത് ചെയ്യുന്നവരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരും ഇതിനെ ബിസിനസ് ആക്കിയവരും ഇതുകൊണ്ട് ഉപജീവിക്കുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ വ്യാജമായി ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ട് യാഥാർത്ഥ്യമായതും കൃത്യമായതും വേദപുസ്തക പ്രകാരമുള്ളതും ദൈവം നൽകിയതുമായ അന്യഭാഷ ഇല്ല എന്ന് ആരും ചിന്തിക്കേണ്ട. അതാണ് പെന്തക്കോസ്തിന്റെ അടിത്തറകളിലൊന്ന്, അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്ന് ഈ അന്യഭാഷ പറയുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുക. ഈ പ്രമോദ് പറഞ്ഞിരിക്കുന്ന അർത്ഥം നിങ്ങളൊന്ന് കേൾക്കുക. ഏകദേശം അത് കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച അന്യഭാഷ ഒരു മോഷ്ടാവ് മോഷ്ടിച്ചെടുത്ത് തൻ്റെതായി അവതരിപ്പിക്കുമ്പോഴും അതിന് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഞാൻ പറയുന്നു, ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ വാചകങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട്, അല്ലാതെ വെറുതെ അല്ലത്. അയാളുടെ മറുഭാഷയുടെ അന്യഭാഷയുടെ അർത്ഥം ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് തീരുമാനിക്കുക അയാൾ വെറുതെ എന്തൊക്കെയോ മിമിക്രി കാണിച്ചതാണോ അതോ എന്തോ മനസ്സിലൊക്കെ എന്തൊക്കെയോ അർത്ഥം വെച്ച് തന്നെ പറഞ്ഞതാണോ എന്നൊന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ആദ്യം വെറുതെ ഒന്ന് വായിക്കാം അയാൾ എന്താ പറഞ്ഞെന്നുള്ളത്. അയാൾ പറയുന്നത് അത്ര ഇമ്പാക്ട് കൊടുത്ത് പഞ്ച് കൊടുത്തെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനത് വായിക്കുകയാണ് ഇപ്പോൾ. റീഖാല ബാല ബൌഠാല ബാല 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 ശബ്ദൊരിക്ക ബാരബ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ. ഓ റീഖാല ബാല 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 ബൌഠാലിയ. യേശുവിന്റെ അധികാരത്തിലുള്ള നാമത്തില് ബൌഠാലിയ റീക്കബ ബൌഠാലിയ ജാരബ. യേശുവിന്റെ നാമത്തിൽ റീക്കാല ബാല ബൌട്ടാല ബാരബ ഇങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ ഇതൊക്കെ ഹീബ്രു ഭാഷയിൽ നിന്ന്, അല്ലെങ്കിൽ ജൂയിഷ് ഭാഷയിൽ നിന്ന്, അല്ലെങ്കിൽ അറബിക് ഭാഷയിൽ നിന്നൊക്കെ, ഇതെല്ലാം ആ ഒരു ഏരിയ ഉള്ളതാണല്ലോ. യേശുക്രിസ്തുവിന്റെ ജന്മ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ ഭാഷകളാണ് ഇതൊക്കെ. അതിലെന്തൊക്കെയോ ഒരു സിമിലാരിറ്റി കാണും. ആ വാക്കുകൾക്ക് എന്തെങ്കിലും ആ ഭാഷയിൽ ഒരു മീനിങ് കാണും. ഞാൻ ഈ ഓരോ വാക്കിന്റെ അർത്ഥം പറയുകയാണ്. ആദ്യം അയാൾ പറഞ്ഞു തുടങ്ങിയത് യേശുവിന്റെ നാമത്തിൽ, അത് മലയാളമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് പറഞ്ഞ റീക്കാല ബാല. റീക്കാല ബാലയാണോ അതോ റീക്ക ലബാല ആണോ പുള്ളി പറഞ്ഞെന്ന് ശരിക്കറിയില്ല. എങ്കിലും റീക്കാൻ ഒക്കെ റീക്കാലല്ല റീക്കാൻ എന്ന വാക്കിന് ഹീബ്രുവിൽ ഒരു അർത്ഥമുണ്ട്. ശൂന്യത, വാക്യൂം, എംറ്റിനെസ്, ഒന്നുമില്ലായ്മ. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ബാല എന്ന് പറഞ്ഞാലും ഹീബ്രുവില് വിഴുങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഇറേസ് ചെയ്ത് കളയുക, റബ്ബർ വെച്ച് തുടച്ചു കളയുക എന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ കളയുക, അല്ലെ മായ്ച്ചു കളയുക, അല്ലെ മൊത്തത്തില് ഒഴിവാക്കുക. ഇതാണ് ബാല എന്നുള്ള വാക്കിന്റെ അർത്ഥം. ബൌഠാല ബാല. ബാലയുടെ അർത്ഥം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒഴിവാക്കുക, മായ്ച്ചു കളയുക. ഈ ബൌഠാല എന്നുള്ള വാക്കിന് പറഞ്ഞ വാക്ക് ബൌഠാലയാണെങ്കിലും അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കുണ്ട് ബേട്ടാല. അതിന്റെ അർത്ഥം ഈ ഭാഷകളിൽ ശൂന്യത എന്ന് തന്നെയാണ്. അലസത എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാല് റീഖാല ബാല
ബൗഠാല ബാല ബാല. ശൂന്യതയും അലസതയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റും, വിഴുങ്ങും, എറേസ് ചെയ്ത് കളയും. ശബ്ദുറിക്. ശബ്ദുറിക് എന്നുള്ളതും ഏതോ 2 വാക്കുകൾ കൂട്ടിച്ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ശബദ്, SHABBAD, ശബദ്. ശബദ് എന്ന് പറഞ്ഞാൽ അറബിക്കില് റെസ്റ്റ് അല്ലെങ്കിൽ സീസ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. പിന്നെ ബറൂച്ച് എന്നൊരു വാക്കാണ്. ശബ്ദുറിച്ച് അല്ലെ ശബ്ദുറിക് എന്ന് പറയുമ്പോൾ ബറൂച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്ലസ്ഡ്, അനുഗ്രഹിക്കപ്പെടുക എന്നാണ്. ഇനി അതല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച വാക്ക് ശബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് റീക്ക, ശബ്ദറിക്. റീക്ക എന്ന് പറഞ്ഞാൽ ശൂന്യത, ശൂന്യതയെ അവസാനിപ്പിക്കുക എന്നുമായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെ ശൂന്യതയെ മാറ്റി അവിടെ അനുഗ്രഹം കൊണ്ടുവരിക എന്നായിരിക്കണം അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് ബാരബ. ബാരബ എന്ന വാക്കിന് പകരം ബാരബാസ് എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം സൺ ഓഫ് ദ ഫാദർ, അതായത് പിതാവിന്റെ പുത്രൻ. നമുക്കൊക്കെ പരിചയമുള്ളൊരു വാക്യമുണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. ആ പിതാവിന്റെ പുത്രൻ ആരാണ്? ഞാൻ എടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് യേശുവിനെ തന്നെയാണ് പറയുന്നത്. അവസാനം പറഞ്ഞ വേറൊരു വാക്ക് ജാരബ. ജാരബ എന്ന് പറഞ്ഞാൽ അസുഖം, സിക്നസ്. അപ്പോൾ ഈ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു മീനിങ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, റീഖാല ബാല ബാല, ബൗഠാല ബാല ബാല ബാല, ശബ്ദുറിക്ക ബാരബ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശൂന്യതയും അലസതയും മാറ്റിയിട്ട് അവിടെ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാക്കും. അവിടെ ശൂന്യത മാറ്റി അവിടെ അനുഗ്രഹം ഉണ്ടാക്കും. ബാരബ, ബാരബാസ്, അതായത് പിതാവിന്റെ പുത്രനായ ആ പുത്രൻ. പിന്നെ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിടുവിക്കാൻ ശക്തനായവൻ, യേശുവിന്റെ നാമത്തിൽ. ഓറിക്കാല ബാല ബാല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ, ശക്തനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മനസ്സിലെ ശൂന്യത മാറ്റി അവിടെ ദൈവാനുഗ്രഹം കൊണ്ടുവരുന്നു. വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. റിക്കാല ബാല ബാല, ബൗഠാലിയ, ബേട്ടാലിയക്ക് വരാണ് ബൗഠാലിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബൗഠാലിയ ജാരബ എന്ന് പറഞ്ഞാൽ നിന്റെ ആ അസുഖാവസ്ഥയും മാറ്റി നിന്റെ ദീനത്തിൽ നിന്നും നിനക്ക് മുക്തി കിട്ടട്ടെ. ഇപ്പോൾ ഒരു പ്രാർത്ഥന പോലെ തോന്നുന്നില്ലേ? അല്ലാതെ നിർബന്ധവാദം അല്ലല്ലോ. ഒരു പ്രായമുള്ള ഒരാള്, ഒരു അസുഖാവസ്ഥയിലിരിക്കുന്ന ഒരാളെ അവരുടെ ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് സുഖം പ്രാപിക്കട്ടെ എന്നായിരിക്കില്ലേ അയാൾ പറഞ്ഞത്? എന്തുകൊണ്ട് നമുക്കിങ്ങനെ ശരിയായ രീതിയിൽ ധരിച്ചുകൂടാ? അതിനെന്തുകൊണ്ട് അർത്ഥമില്ലാത്ത വാക്കുകളായിട്ട് കരുതുന്നു? ഒരാൾക്ക് അയാളുടെ അതിശക്തമായ വിശ്വാസം കൊണ്ട് ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ചെങ്കിൽ അത് തീരെ അർത്ഥമില്ലാത്തൊന്നും ആയിരിക്കില്ല. എങ്ങനെ ഇയാളുടെ വായില് ഈ വാക്കുകൾ, ഈ ഹീബ്രു അല്ലെ അറബിക് അല്ലെ ജൂയിഷ് വാക്കുകൾ വന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പക്ഷേ അയാൾ ചിലപ്പോൾ ആരുടെ അടുത്തെങ്കിലും പഠിച്ചിട്ട് വന്നായിരിക്കാം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അയാളെ ആര് പഠിപ്പിച്ചു? അപ്പോൾ ഇതൊരു മന്ത്രമാണ്. ഇതിനെ പരിഹസിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഗായത്രി മന്ത്രം, ധന്വന്തരി മന്ത്രം, പിന്നെ ശിവനെ ഭജിക്കാനുള്ള കുറെ മന്ത്രങ്ങൾ, ഒരുപാട് മന്ത്രങ്ങളും ഇതൊക്കെ പലതും സംസ്കൃതത്തിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂജാരിയൊക്കെ വന്നിട്ട് അവര് എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ കുറെ മന്ത്രങ്ങളൊക്കെ അവർ കാണാതെ പഠിച്ചിട്ട് വരും. അവരോട് മന്ത്രം ചൊല്ലും, എന്നിട്ട് നമ്മളോട് കൂടെ ചൊല്ലാൻ പറയും. നമ്മൾ എത്ര പേർക്ക് അതിന്റെ അർത്ഥം അറിയാം? എനിക്കറിയത്തില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ ഒന്ന് പറയും, പൂജാരി പറയുന്നത് നമ്മളും പറയും, വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ പാടും, ഏറ്റുപാടും. അല്ല ഇതിനൊന്നും അർത്ഥം അറിഞ്ഞോണ്ടൊന്നും അല്ല. പിന്നെ ഇതിന്റെ അർത്ഥം പോയി ഏതെങ്കിലുമൊക്കെ ഡിക്ഷണറി പോയി തപ്പി അല്ലെങ്കിൽ ഇതുപോലെ AI ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അതിന്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കും. ഒരു ഭാഷയിലെയും ഒരു മതത്തിലെയും ഒരു വിശ്വാസിയുടെയും വാക്കുകൾ അർത്ഥമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്, അതിനെ കളിയാക്കരുത്.